ഹായ് വ്യൂവേഴ്സ്, എക്കോ സ്മാർട്ടിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം രണ്ടാണ്. ഒന്ന് ഗുഡ് ന്യൂസ് ആണ്, മറ്റൊന്ന് ബാഡ് ന്യൂസ് ആണ്. ഗുഡ് ന്യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഷോപ്പിന്റെ പ്രൊമോഷൻ ചെയ്യാൻ വേണ്ടി സഫാരി കാർ അൻഫാൽ വന്നിരുന്നു. ഏകദേശം 1 മില്യൺ ആളുകൾ അത് കണ്ടു. ഒരുപാട് കമൻറ്റുകൾ അതിലുണ്ട്. ഒരൊറ്റ നെഗറ്റീവ് കമൻറ്റ് പോലും അതിലില്ല. മാത്രമല്ല, ഒരുപാട് ആളുകൾ ഞങ്ങളുടെ ബിസിനസ് വിജയിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഒരുപാട് പ്രവാസികൾ ഞങ്ങൾക്ക് വിളിച്ചിരുന്നു. എല്ലാവരും പ്രാർത്ഥനയിൽ ഞങ്ങളെ ഉൾപ്പെടുത്തുന്നുണ്ട്. ബാഡ് ന്യൂസ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. 2 ദിവസം മുമ്പ് ഓട്ടോമേഷൻ ചെയ്ത ഒരു ഗേറ്റിൻ്റെ ഇടയിൽ പെട്ടിട്ട് ഒരു കുട്ടി മരണപ്പെട്ടു. ഒരുപാട് സങ്കടമുണ്ട്. ഒരിക്കലും സംഭവിക്കാൻ പാടില്ലായിരുന്നു. ഓട്ടോമേഷൻ ചെയ്യുന്ന എല്ലാവരുടെ ശ്രദ്ധക്കും ഒരു കാരണവശാലും ഫീച്ചേഴ്സിൽ കോംപ്രമൈസ് പാടില്ല. കാരണം 10, 2000, 3000 റുപ്യ ലാഭത്തിന് വേണ്ടിയിട്ട് ഫീച്ചേഴ്സുകൾ ഒഴിവാക്കിയിട്ടില്ല. ഓട്ടോമേഷൻ ഒരാളും ചെയ്യരുത്. എൻ്റെ വീട്ടിൽ ചെയ്ത ഒരു ഓട്ടോമേഷൻ ചെയ്ത ഒരു ഗേറ്റിനെ ഞാൻ നിങ്ങൾക്ക് ഇതിൽ വീഡിയോ കാണിച്ചു തരുന്നുണ്ട്. അതേപോലെ നമ്മളെ ചാനലിൽ ഒരുപാട് നമ്മൾ ഗേറ്റ് ഓട്ടോമേഷനും കാര്യങ്ങളും ചെയ്ത വീഡിയോസ് ഉണ്ട്. അതിലൊക്കെ നിങ്ങൾക്ക് കാണാം, പുറത്ത് സെൻസറും കാര്യങ്ങളും എല്ലാം ഉൾപ്പെടുത്തിയിട്ടാണ് ഞങ്ങൾ ഓട്ടോമേഷൻ ചെയ്യാറുള്ളൂ. അപ്പോൾ ഇതാണ് സ്ലൈഡിംഗ് ഗേറ്റിൻ്റെ മെഷീനറിക്ക് റൈറ്റും ലെഫ്റ്റും ഓരോ സെൻസർ ഫിറ്റ് ചെയ്യുന്നുണ്ട്. ഈ സെൻസർ എന്തെങ്കിലും കാരണവശാൽ വർക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ മെഷീൻ വർക്ക് ചെയ്യില്ല, സ്റ്റോപ്പ് ആവും. പിന്നെ റൈറ്റിലും ലെഫ്റ്റിലും ഓരോ സെൻസറുകൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അത് മെഷീനായിട്ടും കണക്റ്റ് ആണ്. അത് എല്ലാ വീട്ടിലും, ഏത് വീട്ടിലും ആരും ഓട്ടോമേഷൻ ചെയ്യേണ്ടതുണ്ടെങ്കിലും ഇത് നിർബന്ധമാണ്. ഇപ്പം നമുക്ക് ഗേറ്റ് ഒന്ന് ക്ലോസ് ചെയ്ത് നോക്കി നോക്കാം. നമ്പർ 3 ഓപ്പൺ ക്ലോസിങ് ബട്ടൺ ആണ്. ജസ്റ്റ് ഇവിടെ ഒരാൾ വന്നു കഴിഞ്ഞാൽ ഗേറ്റ് ഓട്ടോമാറ്റിക് സ്റ്റോപ്പായി റിട്ടേൺ പോകും. ഒരിക്കലും അത് കുട്ടിനെ വന്നിട്ടോ ആളവള വന്നിട്ടോ ഇടിക്കാൻ ഒരു ചാൻസും കാണുന്നില്ല. അതേപോലെ തന്നെ ഇവിടെ ഒരാൾ നിന്നിട്ട് ഇത് ക്ലോസ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്പർ 3 ഗേറ്റ് ക്ലോസ് ആവില്ല. നേരെ മറിച്ചിട്ട് നമ്മൾ അവിടുന്ന് മാറി നിന്നിട്ട് ക്ലോസ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ ഇത് ക്ലോസ് ആവുള്ളൂ. അതേപോലെ തന്നെ നമ്മൾ ജസ്റ്റ് ഇവിടെ ഒരാൾ എത്തിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് റിട്ടേൺ പോവുകയും ചെയ്യുന്നുണ്ട്. പിന്നെ അങ്ങനെ ഒരു അപകടം എങ്ങനെ സംഭവിച്ചു എന്ന് ഞങ്ങൾക്കും അറിയില്ല. ഞങ്ങൾ ഇൻഷാ അല്ലാഹ് അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഓട്ടോമേഷനെ കുറിച്ചിട്ട് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതേപോലെ എൻ്റെ നമ്പർ ഇതിൽ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് ആർക്കും വിളിക്കാം. കറക്റ്റായിട്ടുള്ള ഉത്തരങ്ങൾ നമ്മൾ തരുന്നതാണ്. അതേപോലെ നമ്മളെ ചാനലൊന്ന് ഫോളോ ചെയ്യുക. യൂട്യൂബിലൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.